കാശ് വേണ്ടാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളിൽ കുട്ടികളെ വിടും. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീകൾ പണമില്ലാത്തതിനാൽ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും CP ജോൺ പറഞ്ഞു. ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിലായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. പരാമർശം വിവാദമായതോടെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തി. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ഇതായിരുന്നു പരസ്യവേദിയിലെ ഗതാഗത മന്ത്രിയുടെ പ്രസംഗം. മന്ത്രി മാപ്പ് പറയണമെന്ന് CPI നേതാവ് ആനി രാജ. സ്ത്രീകൾക്ക് അപമാനകരമായിട്ടുള്ള ഇത്തരത്തിൽ സ്ത്രീകളെ വളരെ ചെറുതായി കാണുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒട്ടും തന്നെ ശരിയല്ല. അത് തീർച്ചയായിട്ടും അപലപനീയമാണ്. അതേസമയം പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ മന്ത്രി താൻ പറഞ്ഞത് വളച്ചൊടിച്ചുവെന്നും പ്രതികരിച്ചു. അത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ്. അവർക്ക് ഗവൺമെൻറ് സ്കൂൾ ഫ്രീ ആണെങ്കിലും അവിടെ എല്ലാവരും കുട്ടികളെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു, ഒരു ചെറിയ വിഭാഗമെങ്കിലും, അല്ലേ? എന്തുകൊണ്ട്? അത് ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവർക്കുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്ന് അവരുടെ മക്കളെ എങ്ങനെയും രക്ഷിക്കണം. അല്ല, അങ്ങ് ദാരിദ്ര്യം അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു? പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. മീഡിയ 1 പാലക്കാട്.